വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിനുള്ളിൽ വരുന്ന പോക്സോ ആക്ട് 2012 പോക്സോ നിയമത്തെ പറ്റിയാണ്. ഏത് പരീക്ഷയ്ക്കും 1 മാർക്കോ അല്ലെങ്കിൽ അതിൽ അധികമോ ലഭിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പോക്സോ ആക്ട് 2012 എന്നുള്ളത്. നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 26 ചോദ്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഉൾപ്പെടെയാണ് ഈ ടോപ്പിക്ക് മുഴുവനായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് പോക്സോ നിയമം? എന്താണ് പോക്സോ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തി എന്ന നിലയിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് സംരക്ഷണം നൽകുന്നതിനും ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ അതിക്രമം എന്നിവയിൽ നിന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. എന്താണ് പോക്സോ നിയമം? വ്യക്തി എന്ന നിലയിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് സംരക്ഷണം നൽകുന്നതിനും ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ അതിക്രമം എന്നിവയിൽ നിന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ, അത് ഓർത്തിരിക്കുക, ആൺകുട്ടികളും പെൺകുട്ടികളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. അങ്ങനെ ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ്. പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പോക്സോ നിയമം നിലവിൽ വന്നത് എന്നാണ്? പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14-നാണ്. 2012 നവംബർ 14-നാണ് പോക്സോ നിയമം നിലവിൽ വന്നത്. 2012 ജൂൺ 19-ന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ പോക്സോ നിയമം 2012 നവംബർ 14 മുതൽ രാജ്യത്ത്, പ്രത്യേകം ഓർക്കുക, ജമ്മു കാശ്മീർ ഒഴികെ നിലവിൽ വന്നു. ഈ അടുത്തിടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് 2012 നവംബർ 14 മുതൽ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിലവിൽ വന്നു എന്ന് കൊടുത്തിരുന്നു. ആ ഓപ്ഷൻ തെറ്റാണ്. അത് PSC ട്രിക്കാണ്, ഓർത്തിരിക്കുക. ജമ്മു കാശ്മീരില് ഈ പോക്സോ നിയമം നിലവിൽ വന്ന സമയത്ത് 2012 നവംബർ 14-ന് ജമ്മു കാശ്മീരിന് ഇത് ബാധകമല്ലായിരുന്നു. അപ്പൊ എന്നാണ് 2012 നവംബർ 14 രാഷ്ട്രപതി എന്നാണ് അംഗീകാരം നൽകിയത്? 2012 ജൂൺ 19. 2012 ജൂൺ 19-ന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ നിയമം 2012 നവംബർ 14-ന് ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും നിലവിൽ വന്നു എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, 2012-ലെ പോക്സോ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രതിഭ പാട്ടീൽ. ആരാണ്? പ്രതിഭ പാട്ടീലാണ് പോക്സോ നിയമത്തിൽ ഒപ്പുവെച്ചത്. ഏത്? 2012-ലെ പോക്സോ നിയമത്തിൽ ഒപ്പുവെച്ചത് പ്രതിഭ പാട്ടീൽ എന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അടുത്തത്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന 2ാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് പോക്സോ ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയത്. എന്നാണ്? നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന 2ാം UPA ഗവൺമെന്റ്, അല്ലെ, 2ാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ബില്ല് പാർലമെന്റിൽ പാസാക്കി പ്രതിഭ പാട്ടീൽ ഒപ്പുവെച്ച് അങ്ങനെ 2012 നവംബർ 14-ന് നിലവിൽ വന്നത്. അടുത്തത്, പോക്സോ നിയമം 2012-ലെ ഭേദഗതി. ഈ പോക്സോ നിയമം 2012 ഭേദഗതി ചെയ്യപ്പെട്ടത് 2019-ലാണ്. 2019-ല് പോക്സോ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടു. അടുത്ത ചോദ്യം, 2019-ലെ പോക്സോ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. ഇങ്ങനെ എടുത്ത് ചോദിക്കുകയാണ്. അതായത് 2019-ലെ പോക്സോ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ അത് രാംനാഥ് കോവിന്ദാണ്. രാംനാഥ് കോവിന്ദാണ് 2019-ൽ പോക്സോ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. അങ്ങനെ 2019 ഓഗസ്റ്റ് 5-നാണ് പോക്സോ ഭേദഗതി നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ആര്? രാംനാഥ് കോവിന്ദ് 2019 ഓഗസ്റ്റ് 5-നാണ് പോക്സോ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ചത്. പോക്സോ ഭേദഗതി നിയമത്തിൽ 2019 ഓഗസ്റ്റ് 5-ന് ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദും. എന്നാൽ പോക്സോ നിയമത്തിൽ ആദ്യമായി 2012 ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലുമാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, 2012-ലെ പോക്സോ നിയമത്തിൽ ഉൾക്കൊള്ളുന്നത് 9 അധ്യായങ്ങളും 46 സെക്ഷൻസുമാണ്. പ്രത്യേകം പഠിക്കണം. 9 അധ്യായങ്ങളും 46 സെക്ഷൻസുമാണ് 2012-ലെ പോക്സോ നിയമത്തിൽ ഉൾക്കൊള്ളുന്നത്. പ്രസ്ഥാന രീതിയിൽ ചോദ്യങ്ങളിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. 9 അധ്യായങ്ങളും 46 സെക്ഷൻസുമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത്, പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്? പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺകുട്ടികളാണ്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും. ആൺ പെൺ വ്യത്യാസമില്ലാതെ, അതായത് ജെൻഡർ ന്യൂട്രലായിട്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ നിയമം എന്നത്. അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ്? 1ഉം 2ഉം ഓപ്ഷൻസ് ശരിയാണ്. നമുക്ക് നോക്കാം. ലൈംഗിക പീഡനം
അഥവാ അതിക്രമം ഇവയ്ക്ക് ഇരയാകുന്ന കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യത്തിലും വ്യത്യാസമുണ്ടാകും. അതായത് ലൈംഗിക പീഡനം, അതിക്രമം ഇവയ്ക്ക് ഇരയാകുന്ന കുട്ടികളുടെ, നമ്മൾ പറഞ്ഞു 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. അങ്ങനെ അവരുടെ പ്രായം കണക്കിലെടുത്ത് വെച്ചിട്ട് ശിക്ഷയുടെ കാഠിന്യത്തിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അതൊരു മെയിൻ പോയിന്റ് ആണ്. ഇനി 18 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടിയുടെ അനുവാദത്തോടെയുള്ള ലൈംഗിക പ്രവൃത്തിയും കുറ്റകരമാണ്. എന്താണ്? 18 വയസ്സോ അതിൽ താഴെയുള്ള കുട്ടിയുടെ അനുവാദത്തോടെയുള്ള ലൈംഗിക പ്രവർത്തനവും എന്താണ്? കുറ്റകരമാണ്. അടുത്ത പോയിന്റ്, രക്ഷിതാക്കളുടെ സമ്മതപ്രകാരം 18 വയസ്സോ അതിൽ താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം കുറ്റകരമാണ്. എന്താണ്? ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണെങ്കിലും ശരി 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടി വിവാഹം ചെയ്താൽ അത് നിയമവിരുദ്ധമാണ്. അടുത്ത പോയിന്റ്, 18 വയസ്സോ അതിന് താഴെയുള്ള പെൺകുട്ടിയുടെ സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെങ്കിലും IPC 376, പോക്സോ നിയമം എന്നിവ പ്രകാരവും കുറ്റകരമാണ്. എന്താണ്? 18 വയസ്സോ അതിന് താഴെയുള്ള പെൺകുട്ടിയുടെ സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെങ്കിലും ശരി IPC 376 അതുപോലെ പോക്സോ നിയമം എന്നിവ പ്രകാരം കുറ്റകരമാണ്. അതുപോലെ രക്ഷിതാക്കളുടെ സമ്മതത്തോടെ തന്നെയാണെങ്കിൽ ഈ പറയുന്ന 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തു, വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അതും ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം കുറ്റകരമാണ് എന്നത് പ്രത്യേകം ഓർക്കുക. അടുത്ത പോയിന്റ്, താഴെ തന്നിരിക്കുന്ന പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് പ്രത്യേകം ഓർക്കുക. പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് സെക്ഷൽ അസാൾട്ട്, സെക്ഷൽ ഹരാസ്മെന്റ്, അതുപോലെ ചൈൽഡ് പോർണോഗ്രഫി. എന്താണ്? സെക്ഷൽ അസാൾട്ട്, സെക്ഷൽ ഹരാസ്മെന്റ്, ചൈൽഡ് പോർണോഗ്രഫി ഇവയാണ് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ പ്രധാനമായും വരുന്നത്. നോക്കാം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക അതിക്രമം. രണ്ടാമത്തേത് സെക്ഷൽ ഹരാസ്മെന്റ്, ലൈംഗിക പീഡനം. മൂന്നാമത്തേത് യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫി. എന്താണ് യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫി? അതായത് കുട്ടികളുടെ ചിത്രങ്ങൾ വികലമായും അശ്ലീലമായും കാമാത്മകമായും അവതരിപ്പിക്കുന്നത്. ഇതിനെയാണ് യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫി എന്ന് പറയുന്നത്. എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെ വിഭാഗങ്ങളിലാണ്? സെക്ഷൽ അസാൾട്ട്, സെക്ഷൽ ഹരാസ്മെന്റ്, യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫി. സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക അതിക്രമം, സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള പീഡനം, പിന്നെ മൂന്നാമത്തേത് യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫി, കുട്ടിയുടെ ചിത്രങ്ങൾ വികലമായതും അശ്ലീലമായതും കാമാത്മകമായും അവതരിപ്പിക്കുന്നത്. ഈ മൂന്നുമാണെന്ത്? ഈ പറയുന്ന പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി പോക്സോ നിയമപ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ സെക്ഷൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യം. സെക്ഷൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ് കുട്ടിക്ക് നേരെയുള്ള നഗ്നതാ പ്രദർശനം, അതല്ലെങ്കിൽ നഗ്നതാ പ്രദർശനത്തിന് കുട്ടിയെ പ്രേരിപ്പിക്കുന്നത്. എന്താണ്? കുട്ടിക്ക് നേരെയുള്ള നഗ്നതാ പ്രദർശനം, അതല്ലെങ്കിൽ നഗ്നതാ പ്രദർശനത്തിന് വേണ്ടി കുട്ടിയെ പ്രേരിപ്പിക്കുന്നത്. ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നേരിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ കുട്ടിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതും എന്താണ്? സെക്ഷൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ലൈംഗിക ചുവയുള്ള വാക്കുകൾ, ആംഗ്യങ്ങൾ എന്നിവ കുട്ടിക്ക് നേരെ ഉപയോഗിക്കുന്നത്. ഈ മൂന്നുമാണ് എന്ത്? സെക്ഷൽ ഹരാസ്മെന്റ് അഥവാ ലൈംഗിക പീഡനം, കുട്ടികളോടുള്ള ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത്. എന്തൊക്കെയാണ്? കുട്ടികൾക്ക് നേരെയുള്ള നഗ്നതാ പ്രദർശനം, അതല്ലെങ്കിൽ നഗ്നതാ പ്രദർശനത്തിന് കുട്ടിയെ പ്രേരിപ്പിക്കുന്നത്, നേരിട്ടോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ കുട്ടിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത്. മൂന്നാമത് എന്താ പറഞ്ഞേ? ലൈംഗിക ചുവയുള്ള വാക്കുകൾ, ആംഗ്യങ്ങൾ എന്നിവ കുട്ടിക്ക് നേരെ ഉപയോഗിക്കുന്നത്. ഇവ സെക്ഷൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ അഥവാ ലൈംഗികമായിട്ടുള്ള പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? നാലാമത്തെ പോയിന്റ് ചൈൽഡ് പോർണോഗ്രഫി, യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫി എന്ന വിഭാഗത്തിലുള്ള കുറ്റകൃത്യത്തിൽ വരുന്നതാണ്. യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫി എന്ന വിഭാഗത്തിൽ പെടുന്ന കുറ്റകൃത്യത്തിൽ വരുന്ന പോയിന്റ് ആണ് വാണിജ്യ ആവശ്യങ്ങൾക്കോ അല്ലാതെയോ ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടിയുടെ ചിത്രങ്ങൾ കൈവശം വെക്കുന്നത്, പങ്കുവെക്കുന്നത്, ഇലക്ട്രോണിക് അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാണിജ്യ ആവശ്യങ്ങൾക്കോ അല്ലാതെയോ ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടിയുടെ ചിത്രങ്ങൾ കൈവശം വെക്കുന്നത്, പങ്കുവെക്കുന്നത്, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്നത്. ഇത് യൂസിങ് ചൈൽഡ് ഫോർ പോർണോഗ്രഫി എന്ന കാറ്റഗറിയിൽ വരുന്ന കുറ്റകൃത്യമാണ്.
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പോക്സോ നിയമപ്രകാരം സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള അതിക്രമം, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമത്തിന് ഉദാഹരണം ഏത്? സെക്ഷൽ അസാൾട്ടിന് ഉദാഹരണമാണ് ഈ ഓപ്ഷനിൽ ഓപ്ഷൻ 1 മാത്രമാണ് ശരി. 1 മാത്രം. നോക്കാം. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നത്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നതാണത് സെക്ഷൽ അസാൾട്ട് അല്ലെങ്കിൽ കുട്ടിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം എന്ന് വിശേഷിപ്പിക്കുന്നത്. ബാക്കി 3 ഓപ്ഷനും എന്താ നോക്കാം. കുട്ടിയുടെ നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്നതും കുട്ടിയെ നഗ്നതാ പ്രദർശനം നടത്താൻ പ്രേരിപ്പിക്കുന്നതും ഇത് എന്തിൽ പെടുന്നു? സെക്ഷൽ ഹരാസ്മെന്റിന്റെ ഇതിൽ പെടുന്നു അല്ലെ, ലൈംഗികമായിട്ടുള്ള പീഡനത്തിൽ പെടുന്നതാണ് അല്ലെ. നമ്മൾ മോളിൽ പറഞ്ഞു. അടുത്ത പോയിന്റ് എന്താ? കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക ചുവയോടെയുള്ള നോട്ടവും ആംഗ്യവും ഇതും എന്താണ്? സെക്ഷൽ ഹരാസ്മെന്റിൽ പെടുന്നതാണ്. അടുത്ത പോയിന്റ്, സ്ഥിരമായും ബോധപൂർവവും കുട്ടിയെ നേരിട്ടോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ പിന്തുടരുന്നതും ശല്യം ചെയ്യുന്നതും ഇതും എന്താണ്? സെക്ഷൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരുന്നതാണ്, ലൈംഗികമായിട്ടുള്ള പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. നമ്മൾ ഇപ്പോഴത്തെ ചോദ്യം എന്തായിരുന്നു? സെക്ഷൽ അസാൾട്ട് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം അല്ലെ. ലൈംഗികമായിട്ടുള്ള അതിക്രമം എന്താണ്? അതിക്രമിക്കുക അല്ലെ, അതിക്രമിക്കുക, കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നതാണ് സെക്ഷൽ അസാൾട്ട് അല്ലെങ്കിൽ കുട്ടിക്കെതിരെയുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നത് സെക്ഷൽ അസാൾട്ട് ആണ്. സെക്ഷൽ അസാൾട്ടിനേക്കാളും തീവ്രതയേറിയ കുറ്റകൃത്യമാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. സെക്ഷൽ അസാൾട്ട് അഥവാ ലൈംഗിക അതിക്രമത്തെക്കാളും തീവ്രതയേറിയ കുറ്റകൃത്യമായി പറയുന്നത് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആണ്. പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആണെന്ന് ഓർത്തിരിക്കുക. ലിംഗമോ ഉപകരണങ്ങളോ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ കടത്തുന്നതോ അല്ലെങ്കിൽ കടത്തുവാൻ പ്രേരിപ്പിക്കുന്നതോ ആണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. എന്താണ് തീവ്രതയേറിയ കുറ്റകൃത്യമായ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗമോ ഉപകരണങ്ങളോ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ കടത്തുന്നതോ അല്ലെങ്കിൽ കടത്തുവാൻ പ്രേരിപ്പിക്കുന്നതോ ആണെന്ത്? പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. സെക്ഷൽ അസാൾട്ട്, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്നീ കുറ്റകൃത്യങ്ങൾക്ക് പുറമെ അതിലും തീവ്രതയേറിയ കുറ്റകൃത്യമാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. എന്താണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് അല്ലെ? സെക്ഷൽ അസാൾട്ട്, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, ഇതിലും തീവ്രതയേറിയ കുറ്റകൃത്യമാണ് എന്ത്? അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. നോക്കൂ, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്താണ്? ലൈംഗികാവയവ പ്രവേശനത്തിലൂടെയുള്ള ആക്രമണം. അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് നമ്മൾ പറഞ്ഞു, അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് ആണ് എന്താ? തീവ്രതയേറിയ കുറ്റകൃത്യം അല്ലെ. അത് ലൈംഗികാവയവ പ്രവേശനത്തിലൂടെയുള്ള ഗൗരവതരമായ ആക്രമണമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പോക്സോ നിയമപ്രകാരം അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ വരുന്നത് ഉത്തരം എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയോടുള്ള ഏതൊരു ലൈംഗിക അതിക്രമവും എന്തിന്റെ പരിധിയിൽ വരുന്നു? അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ വരുന്നു. രണ്ടാമത്തെ പോയിന്റ്, മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമം എത്ര നീചമാണ് ഓർത്ത് നോക്കിയേ. മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമം, ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? അപ്പോ അതുകൊണ്ടാണ് ഇത് അത്രയും തീവ്രമായിട്ടുള്ള ഈ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ പെടുത്തിയിരിക്കുന്നത്. അടുത്തത്, പ്രകൃതി ദുരന്തം, സാമുദായിക ലഹള തുടങ്ങിയ അവസരങ്ങളില് കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമം. ഇത് 3ാമത്തെ പോയിന്റ്. ഇതാണ് പ്രകൃതി ദുരന്തം, സാമുദായിക ലഹള തുടങ്ങിയ അവസരങ്ങളില് കുട്ടികളോടുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമം. അടുത്തത്, സ്ഥിരമായി കുട്ടിയോടുള്ള ലൈംഗിക അതിക്രമം. ഇങ്ങനെ 4 പോയിന്റ് ആണ്. ഇതൊക്കെയാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ വരുന്ന 4 പോയിന്റ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയോടുള്ള ഏതൊരു ലൈംഗിക അതിക്രമവും. രണ്ടാമത്തെ പോയിന്റ്, മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമം. 3ാമതായി പറഞ്ഞത് പ്രകൃതി ദുരന്തം, സാമുദായിക ലഹള തുടങ്ങിയ അവസരങ്ങളിൽ കുട്ടികളോടുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമം. അടുത്ത പോയിന്റ്, സ്ഥിരമായി കുട്ടിയോടുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമം. ഇവയെല്ലാം അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് അഥവാ ഇതിന്റെ മലയാളം എന്താണ്? അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് ലൈംഗികാവയവ പ്രവേശനത്തിലൂടെയുള്ള ഗൗരവതരമായ ആക്രമണത്തിന്റെ ആ കാറ്റഗറിയിലാണ് പെടുന്നത്. അടുത്തത്, പോക്സോ നിയമപ്രകാരം അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന് ഉദാഹരണം എന്താണ്? പോക്സോ നിയമപ്രകാരം അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ ഉദാഹരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് ഉദ്യോഗസ്ഥർ
സൈനികർ എന്നിവർ കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തുന്നവർ, അതായത് നിയമമൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയവരല്ലേ അവര്, പോലീസ് ഉദ്യോഗസ്ഥര്, സൈനികർ എന്നിവരെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം നടത്തുമ്പോൾ, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ, മൂന്നാമത്തേത് രക്ഷിതാക്കളോ അടുത്ത ബന്ധുക്കളോ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ, ഇനി ഏറ്റവും പ്രധാനം ആശുപത്രി ജീവനക്കാർ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ. ഇങ്ങനെ 4 പോയിന്റ് ഒന്നുകൂടെ പറയാം. എന്താണ് ചോദ്യം? പോക്സോ നിയമപ്രകാരം അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന് ഉദാഹരണം, അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവ പ്രവേശനത്തിലൂടെയുള്ള ഗൗരവതരമായ ആക്രമണം, അല്ലെ? ഇതാണ് ഏറ്റവും തീവ്രതയേറിയ കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം എന്തൊക്കെയാണെന്നാ പറഞ്ഞേ? പോലീസ് ഉദ്യോഗസ്ഥര്, സൈനികര് എന്നിവർ കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തുമ്പോൾ. രണ്ടാമത്തെ പോയിന്റ്, സർക്കാർ ഉദ്യോഗസ്ഥര് കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ. മൂന്നാമത്തെ പോയിന്റ്, രക്ഷിതാക്കളോ അടുത്ത ബന്ധുക്കളോ കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുമ്പോൾ. നാലാമത്തെ പോയിന്റ് പറഞ്ഞത് ആശുപത്രി ജീവനക്കാർ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ. ഇനി സെക്ഷൽ അസാൾട്ടിന്റെ ഏറ്റവും തീവ്രതയേറിയ തലമാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്, ഇതിലും അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്നിങ്ങനെ കുറ്റകൃത്യത്തെ രണ്ടായി വിഭജിച്ച് നിർവഹിച്ചിട്ടുണ്ട്, അല്ലെ? ഈ പറയുന്ന അഗ്രവേറ്റഡ് ഏറ്റവും തീവ്രമാണെന്ന് പറഞ്ഞു, അതും രണ്ടായിട്ട് തിരിക്കുന്നു, അല്ലെ? അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്, പിന്നെ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്നിങ്ങനെ രണ്ടായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി നിയമത്താലും ധാർമ്മികമായും കുട്ടിയുടെ സംരക്ഷകരാകേണ്ടവർ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിൽ പെടുന്നു, അല്ലെ? അതാ നമ്മൾ മുകളിൽ പറഞ്ഞത്, അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിൽ പെടുന്നു, അല്ലെ? നിയമത്താലും ധാർമ്മികമായും കുട്ടിയുടെ സംരക്ഷകരാകേണ്ടവർ ആരൊക്കെയാണ്? പോലീസ്, സൈനികര്, സർക്കാർ ഉദ്യോഗസ്ഥര്, അതുപോലെ ആശുപത്രി ജീവനക്കാര്, പിന്നെ കുട്ടിയുടെ അടുത്ത ബന്ധുക്കള്. അടുത്ത പോയിന്റ്, ഇതിന് പുറമെ മറ്റ് ചില ലൈംഗിക അതിക്രമങ്ങളും അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ പെടുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ 2019 ഭേദഗതിയിൽ ഈ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്തു. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം നമുക്ക് നോക്കാം. എല്ലാ ഓപ്ഷനും ശരിയാണ്, അല്ലെ? ഓപ്ഷൻ ഡി, എല്ലാ ഓപ്ഷനും ശരിയാണ്. അപ്പൊ 4 പോയിന്റ് വായിക്കാം. അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധി വിപുലീകരിച്ചു. എങ്ങനെയാ പരിധി വിപുലീകരിച്ചത്? ഈ 2019 പോക്സോ ആക്ടിന്റെ ഭേദഗതി പ്രകാരം ഈ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധി വിപുലീകരിച്ചു. അടുത്ത പോയിന്റ്, ഹോർമോൺ, രാസവസ്തുക്കൾ എന്നിവ നൽകി കുട്ടികളിൽ കൃത്രിമ സെക്ഷൽ മെച്യൂരിറ്റി സൃഷ്ടിക്കുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽപ്പെടുത്തി. എന്താ അല്ലെ? ഹോർമോണ്, രാസവസ്തുക്കൾ ഇവയൊക്കെ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുത്തിവെച്ച് നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെ? നമ്മൾ ഈ പറഞ്ഞ പോലെ 10 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ ഹോർമോണൊക്കെ കുത്തിവെച്ചിട്ട് നമുക്ക് തരുന്നത്, നമ്മൾ ഈ പറഞ്ഞ മേടിച്ചുകൊണ്ട് വന്ന് കറിയൊക്കെ വെച്ച് കഴിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കഴിക്കാറുണ്ട്. അതുപോലെ ഒരു മനുഷ്യ ജീവനെ, അല്ലെ, ഹോർമോണ്, രാസവസ്തുക്കളൊക്കെ കുട്ടികൾക്ക് നൽകി അവർക്ക് സെക്ഷൽ മെച്യൂരിറ്റി സൃഷ്ടിച്ചുകൊണ്ട് ഈ പറയുന്ന അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന് വിധേയരാക്കുന്നു, അല്ലെ? എത്ര തീവ്രമായ കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന്റെ പരിധിയിൽ ഈ തീവ്രമായ കുറ്റകൃത്യത്തെ മാറ്റിയിട്ടുള്ളത്. അത് 2019 ഭേദഗതി പ്രകാരമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ്, ചൈൽഡ് പോർണോഗ്രഫിക്ക് വ്യക്തമായ നിർവചനം നൽകി. എന്താണ് ചൈൽഡ് പോർണോഗ്രഫി? അതിനകത്തുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ നിർവചനം നൽകി. അടുത്തത്, തീവ്രത കൂടിയ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിനുള്ള പരമാവധി ശിക്ഷ വധശിക്ഷയായി ഉയർത്തി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2019 ഭേദഗതി പ്രകാരമാണ് തീവ്രത കൂടിയ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ ശിക്ഷ, പരമാവധി ശിക്ഷ എന്താക്കി മാറ്റിയത്? വധശിക്ഷയാക്കി ഉയർത്തിയത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം ഈ പറയുന്ന ശരിയായത് എന്തൊക്കെയാണ്? നമ്മൾ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ കാര്യം പറഞ്ഞല്ലേ, അതിന്റെ പരിധി എന്ത് ചെയ്തു? വിപുലീകരിച്ചു. പിന്നീട് എന്താ പറഞ്ഞേ? ഹോർമോണ്, രാസവസ്തുക്കൾ എന്നിവ നൽകി കുട്ടികളിൽ കൃത്രിമ സെക്ഷൽ മെച്യൂരിറ്റി സൃഷ്ടിക്കുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽപ്പെടുത്തി. മൂന്നാമത് പറഞ്ഞത് ചൈൽഡ് പോർണോഗ്രഫിക്ക് വ്യക്തമായ നിർവചനം നൽകി. നാലാമത് പറഞ്ഞത് തീവ്രത കൂടിയ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിനുള്ള പരമാവധി ശിക്ഷ വധശിക്ഷയായി ഉയർത്തി എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം കുട്ടിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ലൈംഗിക അതിക്രമം, ലഹളയോ പ്രകൃതി ദുരന്തമോ പോലുള്ള സമയത്തെ ലൈംഗിക അതിക്രമം എന്നിവ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. എന്താ പറഞ്ഞത്? കുട്ടിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ലൈംഗിക അതിക്രമം, ലഹളയോ പ്രകൃതി ദുരന്തമോ പോലുള്ള സമയത്തെ ലൈംഗിക അതിക്രമം, ഇവയും എന്ത് ചെയ്തു? നമ്മുടെ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. ഇനി
പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ 7 വർഷത്തിൽ നിന്നും 10 വർഷം വരെയും 16 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ നേർക്കുള്ള പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ ശിക്ഷ 20 വർഷം വരെയും 20 വർഷം വരെ എന്ന് പറഞ്ഞാൽ 20 വർഷം തടവും പിഴയും പിന്നീട് പുതിയ ഭേദഗതി നിയമപ്രകാരം വർദ്ധിപ്പിച്ചു. എന്താ പറഞ്ഞത്? ഈ പറയുന്ന പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ 7 വർഷമായിരുന്നു നേരത്തെ, അത് 10 വർഷം വരെയും. ഇനി 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാറ്റഗറൈസ് ചെയ്തല്ലേ, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നേർക്കുള്ള പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷ 20 വർഷം വരെയുള്ള തടവും പിഴയുമാക്കി പുതിയ ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചു. അടുത്തത് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതോ വധശിക്ഷയോ ആയി ഉയർത്തിയില്ലേ. ഏറ്റവും തീവ്രമായിട്ടുള്ള അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷ എന്താക്കി? 20 വർഷത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ വധശിക്ഷയോ ആക്കി ഉയർത്തി. അത് പ്രത്യേകം പഠിച്ചിരിക്കണം, പോയിന്റ് ആണ്. ഇനി പോക്സോ നിയമപ്രകാരം വധശിക്ഷ നൽകാവുന്ന കുറ്റം ഏതാണ്? നമ്മൾ പറഞ്ഞല്ലേ, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ്. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനാണ് എന്ത്? പോക്സോ നിയമപ്രകാരം വധശിക്ഷ നൽകാവുന്ന കുറ്റം. പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധപ്പെടുത്തിയ പോക്സോ ചട്ടങ്ങൾ 2020 പ്രകാരം ശരിയായ പ്രസ്താവന. എന്താ ചോദ്യം? കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധപ്പെടുത്തിയ പോക്സോ ചട്ടങ്ങൾ 2020 പ്രകാരം ശരിയായ പ്രസ്താവന എന്താണ്? പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾക്ക് ലൈംഗിക അതിക്രമത്തിന് ഇരയായ കുട്ടികൾക്ക് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇടക്കാല നഷ്ടപരിഹാരം അനുവദിക്കാവുന്നതാണ്. എന്താണ്? പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾക്ക് ഈ പറയുന്ന ലൈംഗിക അതിക്രമത്തിന് ഇരയായ കുട്ടികൾക്ക് അവർക്ക് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം, കേസെടുത്തതിന് ശേഷം എന്താണ്? ഇടക്കാല നഷ്ടപരിഹാരം അനുവദിക്കാവുന്നതാണ്. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അഥവാ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്ക് ലൈംഗിക അതിക്രമം നേരിട്ട കുട്ടികൾക്ക് ആഹാരം, വസ്ത്രം, യാത്രാ ചെലവ് എന്നിങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള തുകയ്ക്ക് നിർദ്ദേശം നൽകാവുന്നതാണ്. ആർക്ക്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടല്ലേ, ലൈംഗിക അതിക്രമം നേരിട്ട കുട്ടികൾക്ക്. ഇത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് മാറ്റിയിട്ട് വേറെന്താ ചോദിച്ചത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചുമതലയാണ് എന്താ? ഈ പറയുന്ന ലൈംഗിക അതിക്രമം നേരിട്ട കുട്ടികൾക്ക് ആഹാരം, വസ്ത്രം, യാത്രാ ചെലവ് എന്നിങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ, ഇവിടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പരീക്ഷിക്കുകയാണ്, അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള തുകയ്ക്ക് നിർദ്ദേശം നൽകാവുന്നതാണ്. ആർക്കാണ്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ് അല്ലെ. നമ്മുടെ ഈ പറയുന്ന ആദ്യം പറഞ്ഞ പോയിന്റ് എന്താ? ഈ പറയുന്ന ലൈംഗിക അതിക്രമത്തിന് ഇരയായ കുട്ടികൾക്ക് FIR രജിസ്റ്റർ ചെയ്ത ശേഷം ഇടക്കാല നഷ്ടപരിഹാരം അനുവദിക്കാവുന്നതാണെന്ന് അല്ലെ. അതുപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് എന്താ? ഈ പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള തുകയ്ക്ക് നിർദ്ദേശം നൽകുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താ? കേസ് അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കുന്നത് വരെയുള്ള കാലയളവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ ലൈംഗിക അതിക്രമം നേരിട്ട കുട്ടികളുടെ സഹായത്തിനായി മുഴുവൻ സമയ സഹായിയെ ലഭ്യമാക്കണം. ആരാണ് ഈ പറയുന്ന അതിക്രമത്തിനിരയായ കുട്ടികൾക്ക് മുഴുവൻ സമയ സഹായിയെ ലഭ്യമാക്കേണ്ടത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ആരാണ് ഇവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള തുകയ്ക്ക് നിർദ്ദേശം നൽകാവുന്നത്? ആർക്കാണ്? അതും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്കാണ് അല്ലെ. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത്, പോക്സോ സംബന്ധമായ കേസുകളിൽ പരാതി നൽകേണ്ടത് ആർക്കാണ്? ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ. പോക്സോ സംബന്ധിച്ച കേസുകളിൽ പരാതി നൽകേണ്ടത് ആർക്കാണ്? ഇനി തെറ്റിപ്പോകരുത്, ഓർത്തിരിക്കുക അല്ലെ. ഓർത്തിരിക്കുക, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, ലോക്കൽ പോലീസിന്, സ്പെഷ്യൽ ജുവനൈൽ പോലീസിന്, പിന്നെ കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ മാത്രമല്ല, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പോക്സോ സംബന്ധമായ കേസുകളിൽ പരാതി നൽകാം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആർക്കൊക്കെയാണ് പരാതി നൽകാൻ പറ്റുന്നത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാം, ലോക്കൽ പോലീസിന് പരാതി കൊടുക്കാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസിന് അവിടെ പരാതി കൊടുക്കാം, കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ പരാതി കൊടുക്കാം, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിലും പരാതി കൊടുക്കാം. ഞാൻ എത്രണ്ണം പറഞ്ഞു? 5 പറഞ്ഞല്ലേ. എന്തൊക്കെയാണ്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ്, കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിലും ഈ പറയുന്ന പോക്സോ സംബന്ധമായ കേസുകളിൽ പരാതി നൽകാം. പോക്സോ സംബന്ധമായ പരാതികൾക്കും സഹായങ്ങൾക്കും ടോൾ ഫ്രീ നമ്പറായ 1098 വിളിക്കാവുന്നതാണ്. പോക്സോ സംബന്ധിച്ച ഈ പറയുന്ന സഹായങ്ങൾക്കുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്?
1098. ഇനി അടുത്ത പോയിന്റ്, പോക്സോ സംബന്ധമായ പരാതികൾ ഓൺലൈനായി നൽകാൻ കേന്ദ്ര സർക്കാർ 2016 ആരംഭിച്ച സംവിധാനമാണ് പോക്സോ ഇ ബോക്സ് അല്ലെ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പോക്സോ ഇ ബോക്സ് ഓർത്തിരിക്കുക. പോക്സോ ഇ ബോക്സ് 2016 വന്നതാണ്. ഒരു സംവിധാനമാണ്. എന്താണ്? പോക്സോ സംബന്ധമായ പരാതികൾ ഓൺലൈനായി നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ 2016 കൊണ്ടുവന്ന സംവിധാനം എന്താ? പോക്സോ ഇ ബോക്സ്. അടുത്ത ചോദ്യം, പോക്സോ സംബന്ധമായ പരാതി നൽകാൻ കഴിയുന്നത് ആർക്ക്? ഇനി പോക്സോ സംബന്ധമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ അറിഞ്ഞു. അപ്പൊ ആർക്കൊക്കെയാണ് പരാതി നൽകാൻ അവകാശമുള്ളത്? ആർക്കും കൊടുക്കാം. എന്നാൽ എടുത്തു പറയുന്ന ആർക്കൊക്കെയാണ്? രക്ഷിതാക്കൾക്ക്, സ്കൂൾ അധികൃതർക്ക്, പിന്നെ കുട്ടിക്ക് സ്വമേധയാ. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പ്രസ്താവന ചോദിക്കും. നമ്മൾ വിചാരിക്കും കുട്ടിക്ക് പറ്റത്തില്ലെന്ന്. കുട്ടിക്ക് സ്വമേധയാ പരാതി കൊടുക്കാം. സ്കൂൾ അധികൃതർക്ക് കൊടുക്കാം. പിന്നെ രക്ഷിതാക്കൾക്കും പോയി പരാതി കൊടുക്കാം. നോക്കൂ, പോക്സോ സംബന്ധമായ വിവരങ്ങൾ ആർക്ക് വേണമെങ്കിലും ലോക്കൽ പോലീസിലോ സ്പെഷ്യൽ ജുവനൈൽ പോലീസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിലോ അറിയിക്കാവുന്നതാണ്. ഇത് മാത്രമാണോ നമ്മൾ പറഞ്ഞത്? അല്ല. ഈ പറഞ്ഞ സ്പെഷ്യൽ ജുവനൈൽ പോലീസ്, കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ഇവിടൊക്കെ നമുക്ക് അറിയിക്കാം. ഒപ്പം തന്നെ ടോൾ ഫ്രീ നമ്പറായ 1098 1098 അറിയിക്കാവുന്നതാണ്. വിവരം നൽകുന്ന ആളുടെ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കപ്പെടും. ഈ പറയുന്ന രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നു ഉണ്ടായിട്ട് പോലും പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ശിക്ഷയുണ്ട്. ഈ പറയുന്ന കണ്ടിട്ടും കേട്ടും അറിഞ്ഞിട്ടും എന്താ പരാതി കൊടുക്കാതിരുന്നാൽ ഈ പറയുന്ന ശിക്ഷയുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. 1098 വിളിച്ചറിയിക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ. എന്തൊക്കെയാണ് വീണ്ടും പറയുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളുന്ന ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് ഈ പോക്സോയുമായി ബന്ധപ്പെട്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ്, കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, അതുപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകാം. ആർക്കൊക്കെയാണ് പരാതി നൽകാൻ പറ്റുന്നത്? രക്ഷിതാക്കൾക്ക്, സ്കൂൾ അധികൃതർക്ക്, പിന്നെ കുട്ടിക്ക് സ്വമേധയായും പരാതി നൽകാൻ പറ്റും. അടുത്ത ചോദ്യം, പോക്സോ കേസിൽ ഇരയായ കുട്ടിയുടെ മൊഴി എത്ര ദിവസത്തിനകം രേഖപ്പെടുത്തണം? 30 ദിവസത്തിനകം മൊഴി രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം, പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കാൻ അധികാരമുള്ളത് ആർക്ക്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കാൻ അധികാരമുള്ളത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ ഉദ്യോഗസ്ഥയ്ക്ക്. ആർക്കാണ്? സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കാണ് പോക്സോ കേസിൽ മൊഴിയെടുക്കാനുള്ള അധികാരം മാത്രമാണ്. കുട്ടിയെ ചോദ്യം ചെയ്യാനോ അതുപോലെ ഒന്നുമല്ല, മൊഴിയെടുക്കാൻ അല്ലെ. ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥയ്ക്കാണ്. ഇനി ഓർത്തിരിക്കുക, മൊഴിയെടുക്കുമ്പോൾ ഇവർ യൂണിഫോമിലായിരിക്കരുത് എന്ന് നിർബന്ധമാണ്. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഈ പറയുന്ന 5-ാം തീയതി ഇന്ന് നടന്ന എറണാകുളം ജില്ലയുടെ LD ക്ലർക്കിന് ചോദിച്ചിരുന്നത് അല്ലെ. പ്രസ്ഥാന ഒരു പോയിന്റ് ആയിരുന്നു. മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആകരുത് എന്നുള്ളത്. അത് നിർബന്ധമാണ്. പിന്നെന്താ? പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ കുട്ടിക്ക് സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം. എവിടെ ആയിരിക്കണം? കുട്ടിക്ക് സൗകര്യമുള്ള സ്ഥലത്ത്. ഒപ്പം ആരുടെ സാന്നിധ്യം വേണം? രക്ഷിതാക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം മൊഴി എടുക്കേണ്ടത്. അവർ യൂണിഫോം ധരിക്കാനും പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അടുത്ത പോയിന്റ്, പോക്സോ കേസുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഈ 4 ഓപ്ഷനും ശരിയാണ്. എല്ലാം ശരിയാണ്. നോക്കാം. പോക്സോ വിചാരണ തുറന്ന കോടതിയിലാകരുത്. പോക്സോയുടെ വിചാരണ എന്താണ്? തുറന്ന കോടതിയിൽ ആകാൻ പാടില്ല. കാരണം കുട്ടികളല്ലേ, അതുകൊണ്ട് തുറന്ന കോടതിയിലാകാൻ പാടില്ല. മൊഴിയെടുക്കുമ്പോഴും വിചാരണ നടക്കുമ്പോഴും പ്രതിയെ കുട്ടിയുടെ മുൻപിൽ കൊണ്ടുവരരുത്. മൊഴിയെടുക്കുമ്പോഴും വിചാരണ നടക്കുമ്പോഴും പ്രതിയെ കുട്ടിയുടെ മുൻപിൽ കൊണ്ടുവരരുത്. അടുത്ത പോയിന്റ്, പോക്സോ വിചാരണ നടക്കേണ്ടത് ജില്ലാ ജഡ്ജ് അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതിയിലായിരിക്കണം. പോക്സോ കോടതികളുണ്ടല്ലേ, പോക്സോ കോടതികൾ. അതിലെ ജില്ലാ ജഡ്ജാണ് അധ്യക്ഷൻ. ജില്ലാ ജഡ്ജ് അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതിയിലായിരിക്കണം ഈ പോക്സോ കേസിന്റെ വിചാരണ നടക്കേണ്ടത്. അടുത്ത പോയിന്റ്, പോക്സോ കേസിലെ വിചാരണ 1 വർഷത്തിനകം പൂർത്തിയാക്കണം അല്ലെ. പോക്സോ കേസിലെ വിചാരണ 1 വർഷത്തിനകം പൂർത്തിയാക്കണം. പ്രത്യേകം ഓർത്തിരിക്കണം ഈ പോയിന്റ്. അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇതായിരിക്കും ചോദിക്കുന്നത്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ എന്തൊക്കെയാണ് ശരികള്? പോക്സോ വിചാരണ തുറന്ന കോടതിയിലായിരിക്കണം. മൊഴിയെടുക്കുമ്പോഴും വിചാരണ നടക്കുമ്പോഴും പ്രതിയെ കുട്ടിയുടെ മുൻപിൽ കൊണ്ടുവരരുത്. പോക്സോ വിചാരണ നടക്കേണ്ടത് ജില്ലാ ജഡ്ജ്. ആരാണ്? ജില്ലാ ജഡ്ജ് അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതിയിലായിരിക്കണം. അടുത്ത പോയിന്റ്, പോക്സോ കേസിലെ വിചാരണ 1 വർഷത്തിനകം പൂർത്തിയാക്കണം. ഇനി അടുത്ത പോയിന്റ് എന്താ? പോക്സോ നിയമപ്രകാരം കോടതി നടപടികൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം. എന്താണ്? ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം.
നമ്മൾ ഗാർഹിക പീഡന നിരോധന നിയമം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നല്ലേ ഈ പറയുന്ന ഇൻ ക്യാമറ സെഷനുമായി ബന്ധപ്പെട്ട് അത് 16 പറയുന്നല്ലേ. അപ്പൊ അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇവിടെ എന്താണ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം. പോക്സോ നിയമപ്രകാരം കോടതി നടപടികള് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളില് പോക്സോ കേസുമായി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയല്ലാത്തത്, അപ്പൊ എന്താണ് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ശരിയല്ലാത്ത ഏതാ? ഓപ്ഷൻ സി മാത്രമാണ് ശരിയല്ലാത്തത്. ബാക്കി 1ഉം 2ഉം ശരിയാണ്. ശരിയുള്ളത് വായിക്കാം. പോക്സോ നിയമപ്രകാരം കുറ്റാരോപിതനെ കോടതി കുറ്റവാളിയായി തന്നെ പരിഗണിക്കും. ആരെങ്കിലും എതിരെ കുറ്റാരോപിതനായി കഴിഞ്ഞാൽ അയാളെ എന്താ കുറ്റാരോപിതനായി തന്നെ പരിഗണിക്കും. ഇനി അടുത്ത പോയിന്റ്, പോക്സോ നിയമപ്രകാരം കുട്ടികളുടെ വ്യക്തിത്വം ഒരു തരത്തിലും വെളിപ്പെടുത്താൻ പാടില്ല. ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു ഈ ഒരു പ്രസ്താവന. പോക്സോ നിയമപ്രകാരം കുട്ടികളുടെ വ്യക്തിത്വം ഒരു തരത്തിലും വെളിപ്പെടുത്താൻ പാടില്ല. പിന്നെ കുറ്റാരോപിതനായാലോ അയാളെ കോടതി കുറ്റവാളിയായി തന്നെയാണ് പരിഗണിക്കുന്നത്. ഇനി എന്താണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റായി പോയത്? മൂന്നാമത്തെ പ്രസ്താവന എന്താ? കോടതിയിൽ പ്രതിഭാഗം വക്കീലിന് കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട്. ചുമ്മാ ഈ പറയുന്ന പ്രതിഭാഗം വക്കീലന്മാർക്ക് പോയിട്ട് കുട്ടിയോട് ചോദ്യം ചോദിക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ആർക്കാണ് അവകാശമുള്ളത്? ചോദ്യങ്ങൾ ചോദിക്കാൻ ജഡ്ജിന് മാത്രമാണ് അധികാരമുള്ളത്. പോക്സോ നിയമപ്രകാരം കോടതിയിൽ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ജഡ്ജിന് മാത്രമാണ് അധികാരമുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ മൊഴി രേഖപ്പെടുത്തേണ്ടത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമാണ്. അവർ യൂണിഫോമിലും ആയിരിക്കരുത് എന്നതും ഓർത്തിരിക്കുക. ഇനി മൊഴി രേഖപ്പെടുത്തുന്നതായിരിക്കും ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇന്നത്തെ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചു അല്ലേ? പിന്നെ ഈ മൊഴി രേഖപ്പെടുത്തുന്നത് ഓൾറെഡി ചോദിച്ചു. ഇനി ചിലപ്പോൾ ഈ പറയുന്ന കോടതിയിൽ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അധികാരമുള്ളത് ആർക്കാണെന്ന് ചോദിക്കുക. അത് ജഡ്ജിന് മാത്രമാണ്. ചുമ്മാ വക്കീലന്മാർക്കൊന്നും പറ്റത്തില്ല എന്നുള്ളത് ഓർത്തിരിക്കണം. അടുത്ത പോയിന്റ്, പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സമയപരിധി ഇല്ല. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന് സമയപരിധി ഒന്നുമില്ല. ഇനി മേളിലുണ്ട ഈ 30 ദിവസം എന്ന് ഞാൻ പറഞ്ഞത്, അതായത് പോക്സോ കേസിന് ഇരയായ കുട്ടിയുടെ മൊഴി അല്ലെ, ആ മൊഴി രേഖപ്പെടുത്തുന്നത് 30 ദിവസത്തിനുള്ളിലായിരിക്കണം. എന്നാൽ പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി ഉണ്ടോ? അതിന് സമയപരിധി ഒന്നുമില്ല. എന്താ? കുട്ടിയായപ്പോഴുണ്ടായിരുന്ന ലൈംഗിക അതിക്രമത്തെ കുറിച്ച് ഏത് പ്രായത്തിലും പരാതി നൽകാം. എന്താണ്? കുട്ടിയായപ്പോഴുണ്ടായിരുന്ന ലൈംഗികമായ അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായപൂർത്തിയാവും. മനസ്സിലായി ഞാൻ പണ്ട് ഈ പറയുന്ന ലൈംഗികമായിട്ടുള്ള ഒരു അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ്? പോക്സോ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേക സമയപരിധി ഇതിനില്ല എന്ന് പ്രത്യേകം ഓർക്കണം. അടുത്ത പോയിന്റ്, പോക്സോ നിയമപ്രകാരമുള്ള 24 ശിക്ഷാ വകുപ്പുകളിൽ ജാമ്യം ലഭിക്കാവുന്ന ഏക വകുപ്പാണ് ഈ വകുപ്പ് 21 സബ്-ക്ലോസ് 1 എന്ന് പറയുന്നത്. വകുപ്പ് 21 സബ്-ക്ലോസ് 1. എന്താ വകുപ്പ് 21 സബ്-ക്ലോസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുറ്റകൃത്യം നടന്നെന്നോ നടക്കാൻ സാധ്യത ഉണ്ടെന്നോ ഉള്ള വിവരം അറിയിക്കുന്നതിൽ വ്യക്തികൾ വരുത്തുന്ന വീഴ്ചയുമായി ബന്ധപ്പെട്ട പോക്സോ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് 21(1) എന്ന് പറയുന്നത്. എന്താണ്? അതായത് കുറ്റകൃത്യം നടന്നെന്നോ നടക്കാൻ സാധ്യത ഉണ്ടെന്നോ ഉള്ള വിവരം അറിയിക്കണമെന്ന് ആരെയൊക്കെ അറിയിക്കണമെന്നും എവിടെയൊക്കെ അറിയിക്കാൻ നമ്മൾ പറഞ്ഞല്ലേ. അങ്ങനെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയാലും കേസെടുക്കുമെന്നും പറഞ്ഞു. അപ്പൊ ആ കേസിൽ മാത്രം അതെന്താ ജാമ്യം കിട്ടാനുള്ള വകുപ്പ് ഇതിനകത്തുള്ളത്. ഏക വകുപ്പ്. അതായത് കുറ്റകൃത്യം നടന്നെന്നോ നടക്കാൻ സാധ്യത ഉണ്ടെന്നോ ഉള്ള വിവരം അറിയിക്കുന്നതിൽ വ്യക്തികൾ വരുത്തുന്ന വീഴ്ചയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് എന്ത്? 21 സബ്-ക്ലോസ് 1 അല്ലെങ്കിൽ 21(1) എന്ന് പറയുന്നത്. ഈ വകുപ്പ് പ്രകാരം മാത്രമേ പോക്സോ കേസിൽ ആർക്കെങ്കിലും ജാമ്യം കിട്ടത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക. വേറെ ഒരു വകുപ്പിലും പെട്ട് കഴിഞ്ഞാല് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കില്ല. ആകെ ജാമ്യം കിട്ടുന്ന വകുപ്പ് 21(1) അതെന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം, പോക്സോ നിയമത്തിൽ ചൈൽഡ് പോണോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡ് പോണോഗ്രഫിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അധ്യായം 3-ലാണ്. ഇവിടെ ഇത് എടുത്തു പറയാൻ കാര്യം, അധ്യായം 3 ചൈൽഡ് പോണോഗ്രഫി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അധ്യായം 3-ലാണ് അതിനെപ്പറ്റി പറയുന്നത്. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. എന്താണ്? 2024-25 അധ്യയന വർഷം മുതൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ പുതുതായി ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ച നിയമമാണ് പോക്സോ നിയമം. സാമൂഹ്യശാസ്ത്ര വിഷയത്തിലാണ് അല്ലെ പോക്സോ നിയമം. നമുക്കറിയാം ഈ നമ്മൾ SCRT പഠിക്കുമ്പോൾ ഈ പറയുന്ന 2024 പുതിയ എഡിഷൻ ടെക്സ്റ്റ് ബുക്സിൽ ഈ പറയുന്ന പോക്സോ നിയമം എല്ലാ ക്ലാസ്സുകളിലും ഒരു സോഷ്യൽ സ്റ്റഡീസിന്റെ പുസ്തകത്തിൽ ഒരു കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേരള സർക്കാരാണ് ഇത് ഉൾക്കൊള്ളിച്ചത്. ഏത് സബ്ജക്റ്റിലാണ്? സോഷ്യൽ സയൻസിലാണ് അല്ലെ, സാമൂഹ്യശാസ്ത്ര വിഷയത്തിലാണ്. എന്താണ്? പോക്സോ നിയമമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ ഭരണഘടനയുടെ
ആമുഖവും ഉണ്ടല്ലേ എല്ലാ ക്ലാസ്സുകളിലും ഈ പറയുന്ന പോലെ പുസ്തകത്തിൽ ആദ്യം, അതും കേരളം തന്നെയാണെന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഈ ചോദ്യത്തോടു കൂടി പോക്സോ നിയമം എന്ന പ്രധാനപ്പെട്ട പോക്സോ ആക്ട് 2012 എന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിന്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ 26 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധമായിട്ടുള്ള വിശദീകരണങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഏകദേശം പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇനി വരാൻ സാധ്യതയുള്ളത് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ക്ലാസ്സുകൾ കാണുന്ന ഏവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി നമ്മുടെ ചാനലിന്റെ ഭാഗമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ക്ലാസ്സുകളെ പറ്റി ഇനി എന്തൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണമെന്നും ഞാനൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും അവരവർ ആഗ്രഹിച്ച ജോലി വരും നാളുകളിൽ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു വെരി മച്ച്.